Hi, hello, welcome to yet another video of Garage 51. ഈ വണ്ടിയാണ് കേട്ടോ നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോണത്. അതായത് നമ്മൾ റീസ്റ്റോറേഷൻ ചെയ്തൊരു വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടി പീരിയോഡിക് ചെക്കപ്പിന് വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഒരു വീഡിയോ ആക്കാമെന്നുള്ളത്. അപ്പോൾ ഇന്ന് ഷോപ്പിലോട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ റീസ്റ്റോർ ചെയ്ത വേറൊരു കിഡിലെ വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും യൂട്യൂബിലേക്ക് ഒരു ഈ വണ്ടിയുടെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം റീസ്റ്റോറേഷൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഈ വണ്ടി കണ്ടപ്പോഴും തോന്നി കേട്ടോ, നല്ല ഭംഗിയുള്ളൊരു വണ്ടിയാണ്. ഫുള്ളായിട്ടൊരു മാറ്റ് ബ്ലാക്കിൽ നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്തൊരു വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കണ്ടു നോക്കാം. സോ മൂവ് ഓൺ ടു ദ വീഡിയോ. നമ്മൾ ഈ വണ്ടി ഇതൊരു 2015 മോഡൽ ക്ലാസിക് 350 ആണ്. ഇതൊരു മറൂൺ ഷെയ്ഡിലുള്ള വണ്ടിയായിരുന്നു. നമ്മുടെ ഷോപ്പിലോട്ട് വരുമ്പോൾ ആ സമയത്ത് നമ്മൾ യൂട്യൂബ് ചാനൽ അങ്ങനെ സജീവമായിട്ടില്ല. നമ്മൾ റീലിലൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ, നമ്മൾ ചിലപ്പോൾ റീലായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകും ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ ഈ 2015 മോഡൽ വണ്ടി നമ്മൾ കസ്റ്റമറിൻ്റെ ചോയ്സ് അനുസരിച്ച് ഇങ്ങനെ റീസ്റ്റോറേഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ മാറ്റ് ബ്ലാക്കിലാണ് നമ്മളിത് പെയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ എല്ലാ ക്രോമായിട്ട് വരുന്ന എല്ലാ പാർട്സും നമ്മൾ ബ്ലാക്ക് പെയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിതിൽ കസ്റ്റം സ്റ്റിക്കേഴ്സ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ 350 ക്ലാസിക് എന്നുള്ളത് അങ്ങനെ ഒരുപാട് വണ്ടിയിലൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇത് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളൊരു സ്റ്റിക്കറാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റിക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സിഗ്നലിലൊക്കെ വരുന്ന ആ ഒരു സ്റ്റിക്കറാണ് നമ്മൾ ഈ ഒരു ടാങ്കിൽ ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ലൊരു എന്താ പറയുക, ഒരു യുണീക്ക് പീസായിട്ട് തന്നെ ഈ ഒരു സ്റ്റിക്കർ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മാറ്റ് ബ്ലാക്കിൽ ഈ ഒരു കളേഴ്സ് ഈ ഒരു എൻജിനിലും അതുപോലെ തന്നെ എല്ലാത്തിലും ആ ഒരു ബ്ലാക്ക് കൊടുത്തപ്പോൾ ഒരു കിഡിലൻ വണ്ടി, ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് അത് എത്രത്തോളം ഭംഗി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ സത്യം പറഞ്ഞാൽ എവിടെ കൊണ്ട് നിർത്തിയാലും ആരും ശ്രദ്ധിച്ചു പോകുന്ന ഒരു കിഡിലൻ വണ്ടി തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഈ ഒരു മിറർ കണ്ടോ, നോർമലി റീബോണിനൊക്കെ ഒരു ക്രോം ഫിനിഷിലോ അല്ലെങ്കിൽ നോർമൽ ബ്ലാക്ക് ഫിനിഷിലൊക്കെ ഉള്ള മിറേഴ്സാണ് വരിക. പക്ഷേ ഇതൊരു കാർബൺ ബ്ലാക്കിലുള്ള മിറർ തന്നെ ഇതിൽ അറ്റാച്ച് ചെയ്തുകൊണ്ട് അതും നല്ല രീതിയിൽ തന്നെ വണ്ടിക്ക് നല്ലൊരു ഹൈലൈറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ലിവർ നോക്കൂ, ഇത് 500 cc വരുന്ന ലിവേഴ്സാണ് നമ്മളിതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിങ്ങനെ ഒരു കോൺട്രാസ്റ്റിംഗ് ആയിട്ട് ചെയ്തുകൊണ്ട് തന്നെ അതും ആ ഒരു നല്ല രീതിയിൽ തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ട് ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ വരുമ്പോൾ നിൽക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഹെഡ്ലൈറ്റ് മാറ്റിയിട്ടുണ്ട്. മൈനസ് വിത്ത് റിംഗ് ഹെഡ്ലൈറ്റ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഹെഡ്ലൈറ്റ് കണ്ടില്ലേ, ഇത് ലൈറ്റ് ഓൺ ആക്കിയപ്പോൾ ഉള്ളൊരു വ്യൂ ആണിത്. ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ ലൈറ്റ് കത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ മൈനസും അതുപോലെ തന്നെ ആ റിങ്ങും കാര്യങ്ങളൊക്കെ ഒരുമിച്ച് തന്നെ ലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ ഓരോ കാര്യങ്ങളും കസ്റ്റമർ ആ ഒരു മനസ്സിൽ കണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ വണ്ടിയിൽ സ്ട്രെയിറ്റ് റോഡിൻ്റെ ഒരു ക്രോം ഫിനിഷ് ആയിട്ടുള്ളൊരു ക്രാഷ് ഗാർഡായിരുന്നു, അത് നമ്മൾ ബ്ലാക്ക് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ നമ്മൾ ഇത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ സൈലൻസർ ഈ എക്സോസ്റ്റ് വരുന്ന ഭാഗത്ത് ലെജൻഡറി കസ്റ്റം ബിൽഡിൻ്റെ ഈ ഒരു ഹീറ്റ് ഷീൽഡ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്ലാക്കിൽ ഈ ഒരു ക്രോം വരുമ്പോൾ നല്ല ഭംഗിയായിട്ടാണ് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സൈലൻസർ ഈ ഒരു എക്സോസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ റെഡ് റൂസ്റ്ററിൻ്റെ സൈലൻസർ, അതായത് റെഡ് സൈലൻസർ എന്നാണ് നോർമലി ഞാൻ പറയാറ് കേട്ടോ. പക്ഷേ പിന്നീടാണ് അതിൻ്റെ പേര് എക്സോസ്റ്റ് എന്നാണെന്നുള്ളത് കുറച്ചൊക്കെ ഞാൻ പഠിച്ച് വരുന്നേ ഉള്ളൂ. അതാണ് ഇങ്ങനെ ഈ ഒരു ടങ്ക് ട്വിസ്റ്റ് പോലെ വരുന്നത്. അപ്പോൾ ഈ ഒരു എക്സോസ്റ്റ് റെഡ് റൂസ്റ്ററിൻ്റെ ആണ്. ഇതിൻ്റെ ഈ ഷേപ്പും കാര്യങ്ങളും എന്തുകൊണ്ട് ഈ വണ്ടിക്ക് നല്ല രീതിയിൽ തന്നെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ സീറ്റ് അഴിച്ചു വെച്ചേക്കാണ് കസ്റ്റമറിൻ്റെ റിക്വസ്റ്റ് പ്രകാരം. ഇതൊരു സിംഗിൾ സീറ്റ് ആയിട്ടാണ് ആൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പീരിയോഡിക് ചെക്കപ്പിന് വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എന്തായാലും നിങ്ങൾക്ക് ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്നുള്ളത്. ഈ ഒരു ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്തിട്ട് തന്നെ ഉള്ളൂ. ഈ ഭാഗം കാര്യങ്ങളൊക്കെ ഒന്ന് അടിപൊളിയാക്കി പെയിൻറ്റ് ചെയ്തു. പിന്നെ ടയറും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇതിലുണ്ടായിരുന്നതാണ്. അങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മൾ മാറ്റിയിട്ടില്ല. നമ്മൾ ജസ്റ്റ് സൈലൻസർ, അതുപോലെ തന്നെ പെയിൻറ്റിങ്, പിന്നെ ഈ മിറേഴ്സ്, പിന്നെ ഈ ലിവർ, പിന്നെ ഈ ഫ്രണ്ടിലത്തെ ഹെഡ്ലൈറ്റ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ മാറ്റിയിട്ടുള്ളെങ്കിൽ പോലും ഈ വണ്ടീനെ മൊത്തമായിട്ട് ഒരു ചേഞ്ച് തന്നെ വന്നിട്ടുണ്ട്. നോർമൽ ഒരു ക്ലാസിക് 350 പോലെയല്ല ഇത്. ശരിക്കും പറഞ്ഞൊരു യുണീക്ക് പീസായിട്ട് തന്നെയാണ് ഈ വണ്ടി ഉള്ളത്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടി കാണിച്ചു തരാണ്. ഈ ഒരു ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ഈ മൈനസ് വിത്ത് റിങ് വന്നിട്ടുള്ള ഈ ഒരു ഹെഡ്ലൈറ്റാണ് നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ലൈറ്റ് വേണം യെല്ലോ ആണ് ഉള്ളത്. നമുക്കിത് ഡുവൽ ലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ അതിന് ആ സെറ്റിങ്സ് കൊടുക്കണം. അത് നമ്മളിതിൽ ആഡ് ഓൺ ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തന്നല്ലോ 500 cc ഒരു ലിവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു മിറർ കണ്ടോ നിങ്ങൾ, മിറർ വന്നിട്ട് കാർബൺ ഫിനിഷിലുള്ളൊരു ചെറിയ മിററാണ്. പക്ഷേ എങ്കിലും നമുക്ക് ആ സൈഡ് പോർഷൻസ് എല്ലാം നല്ല രീതിയിൽ തന്നെ വ്യൂ ആക്കി കിട്ടുന്നതായിരിക്കും. പിന്നെ റിമ്മ് ഇതിൻ്റെ
ബ്ലാക്ക് അല്ലായിരുന്നു കേട്ടോ, റിം ഇതിൻ്റെ ക്രോം കളറായിരുന്നു, പക്ഷെ നമ്മളത് ബ്ലാക്ക് ചെയ്തു. അതേസമയം സ്പോക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു ക്രോമിൽ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. പിന്നെ ഹീറ്റ് ഷീൽഡ് കണ്ടില്ലേ, ഓൾമോസ്റ്റ് ഒരു 1 ഇയർ എബോ ആയിട്ടുണ്ട് നമ്മളിത് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ട്. പക്ഷെ ഒന്നും സംഭവിച്ചിട്ടില്ല, കാരണം ലെജൻഡറി കസ്റ്റം ബിൽഡിൻ്റെ പ്രൊഡക്ട്സൊക്കെ ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ വെരി ബെസ്റ്റ് പ്രൊഡക്ട്സ് ആണ് വരുന്നത്. പിന്നെ ഈ ഒരു ഭാഗമൊക്കെ നമ്മൾ പെയിൻറ്റ് ചെയ്ത് ഒന്നും സംഭവിച്ചിട്ടില്ല. മറ്റേ മാറ്റ് ഫിനിഷൊക്കെ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്. ജസ്റ്റ് ഈ ഒരു കൈയടയാളങ്ങൾ മാത്രമേ ഉള്ളൂ, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്താൽ പോകുന്നതാണ്. അതുപോലെ തന്നെ ഈ എക്സോസ്റ്റിൻ്റെ ഷേപ്പ് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, വണ്ടീനെ നല്ല രീതിയിൽ തന്നെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റെഡ് റൂസ്റ്ററിൻ്റെ എക്സോസ്റ്റ് ആണിത്. ഇതിൻ്റെ ശബ്ദം കാര്യങ്ങളും ഞാൻ ഇപ്പോൾ കേൾപ്പിച്ചു തരാം. ശബ്ദം കേൾപ്പിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാണ്. ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, നല്ല നല്ല ഹെവി നോയ്സാണ് കേട്ടോ, നല്ല നല്ല ഒച്ചയിലുള്ള ശബ്ദമാണ്. ഒരു മൈൽഡായിട്ടുള്ള ശബ്ദമല്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന റോയൽ എൻഫീൽഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സോസ്റ്റാണ് റെഡ് റൂസ്റ്ററിൻ്റെ. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 10,000 റുപ്പീസ് ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. പിന്നെ ഈ ഒരു ബാക്ക് പോർഷനിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല, പെയിൻറ്റിങ് കാര്യങ്ങൾ മാത്രമാണ് ചെയ്തിട്ടുള്ളൂ. സീറ്റ് അഴിച്ചു വെച്ചു. പിന്നെ ഈ സ്റ്റിക്കറിനെ കുറിച്ച് എന്തായാലും പറയുന്നത് വേണം. നമ്മളിത് കസ്റ്റമൈസ്ഡ് സ്റ്റിക്കർ പുറത്തുനിന്ന് ചെയ്തതാണ് കേട്ടോ, നമ്മളവിടെ സ്റ്റിക്കർ വർക്ക് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റിക്കറും നമ്മൾ വരുത്തിച്ചതാണ് ടാങ്കിലോട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ അപ്പുറത്ത് നമ്മൾ ഇതുപോലെ തന്നെ ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു പ്ലെയിൻ ഫിനിഷിൽ നിന്നും ഈ ഒരു സ്റ്റിക്കർ വരുമ്പോൾ നല്ലൊരു കോൺട്രാസ്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ വിശേഷങ്ങൾ. ഇത് 2015 മോഡൽ വണ്ടിയാണ്. ഇങ്ങനെയൊക്കെ ചെയ്തു വരാൻ അത്യാവശ്യം റേറ്റ് ഉണ്ടാവും കേട്ടോ. നമ്മൾ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അങ്ങനെ ഒരുപാട് റേറ്റ് ഇല്ലെങ്കിൽ നമ്മൾ ഈ റീസ്റ്റോറേഷൻ ചെയ്യുമ്പോൾ എല്ലാ പ്രൊഡക്ട്സും അഴിച്ച് വെച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യുക. അപ്പോൾ അതിൽ വരുന്ന എന്തെങ്കിലും കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ക്ലിയർ ഔട്ട് ചെയ്തിട്ടാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അതിൻ്റെ പൈസ എക്സ്ട്രാ വരും. അപ്പോൾ എന്തായാലും കുറച്ചധികം പൈസ വരും ഇങ്ങനെയൊക്കെ ചെയ്ത് വരാൻ. ഒരുപാട് പേര് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എത്രയാണ്, ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഉള്ള പൈസ പറയുമോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ ഒറ്റയടിക്ക് ഒരു വണ്ടിയുടെ എമൗണ്ട് ആവില്ല മറ്റൊരു വണ്ടിക്ക് വരിക. അപ്പോൾ പല വ്യത്യാസങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, ഇന്നൊരു എമൗണ്ടിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് പറയാൻ പറ്റില്ല. നമ്മൾ ജസ്റ്റ് ഒരു അഡ്വാൻസ് എമൗണ്ട് വാങ്ങിയിട്ട് ചെയ്തിട്ട് പിന്നെ കസ്റ്റമറോട് പറയും ഇന്ന കാര്യങ്ങൾ ചേഞ്ച് ആക്കണം, ഇന്ന കാര്യങ്ങളിൽ കളർ കൊടുത്താലാണ് വണ്ടിക്ക് ഭംഗി ഉണ്ടാവുള്ളൂ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ആ സജഷൻ എല്ലാം അംഗീകരിച്ചുകൊണ്ടാണ് കസ്റ്റമേഴ്സ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ വണ്ടി ഫിനിഷ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഈ വണ്ടിയിൽ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയിട്ടോ. നമ്മൾ ഈ വണ്ടിക്ക് ഡീകംപ്രഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, കേൾക്കുന്നുണ്ടോന്നാവോ? ഡീകംപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ എഞ്ചിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ കുറക്കാൻ പറ്റും. അപ്പോൾ എഞ്ചിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡീകംപ്രഷൻ ആഡ് ചെയ്തിട്ടുള്ളത്. കമ്പനി ഈ ഒരു ഡീകംപ്രഷൻ പ്രൊവൈഡ് ചെയ്യില്ല, നമ്മളിത് എക്സ്ട്രാ ആഡ് ഓൺ ചെയ്ത് കൊടുത്തേക്കാണ് കസ്റ്റമറുടെ ചോയ്സ് അനുസരിച്ചിട്ട്. മെക്കാനിസം കാര്യങ്ങളൊക്കെ ഈ ഒരു ഹെഡിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. അപ്പോൾ നമുക്കിത് ഈ ഒരു യൂസ് ചെയ്യാനുള്ളൊരു സ്വിച്ച് പോലെയാണ് ഇത് വന്നിട്ടുള്ളത്, ഒരു ലിവർ പോലെയാണ് നിൽക്കുന്നത്. അപ്പോൾ സൗണ്ട് കുറക്കാനൊക്കെ എന്തുകൊണ്ടും നല്ലതാണ് ഡീകംപ്രഷന്. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിലൊക്കെ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ നമ്മൾ ഷോപ്പിൽ വന്നൊരു റിസ്റ്റോറേഷൻ വർക്കിൻ്റെ വീഡിയോ ആണ്. അതായത് 2015 മോഡൽ വണ്ടി നമ്മൾ റിസ്റ്റോറേഷൻ കഴിഞ്ഞ് കൊടുത്തൊരു ആ ഒരു മാറ്റ് ബ്ലാക്കിൽ കൊടുത്തൊരു വണ്ടിയാണ്. ഇത് പീരിയോഡിക് ചെക്കപ്പിന് വേണ്ടി വന്നതാണ് കേട്ടോ. എനിക്ക് ഈ വണ്ടി നല്ല ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരുപാട് വണ്ടികൾ നമ്മൾ ചെയ്തു പോയിട്ടുണ്ട്, നമ്മൾ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ അത് പീരിയോഡിക് ചെക്കപ്പിന് വരുമ്പോൾ എനിക്കിങ്ങനെ കാണുമ്പോൾ ഞാനത് എടുക്കുകയാണ്. അതുപോലെ നിങ്ങൾക്കും അത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സജഷൻസും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നവരേക്കും. ഇറ്റ്സ് ബൈ ഫ്രം ഗാരേജ് 51.